അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. എന്താ എന്താ പറയണ്ടേന്ന് അറിയില്ല. കാരണം വളരെ സന്തോഷകരമായൊരു ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലാ ഞാൻ നിക്കണത്. കുറേ കാര്യങ്ങള് പറയണംന്ന് കരുതുന്നുണ്ട്. പക്ഷേ ആഹ് എന്തൊക്കെയോ ഒരു സന്തോഷം കൊണ്ട് നമുക്കിങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വരൂലേ? അങ്ങനെ ഒരു സ്റ്റേജിലാണ് ട്ടോ ഞാൻ നിക്കണത്. അപ്പൊ സാറ് പറഞ്ഞ മാതിരി ഞാൻ ഫോക്കസ് നെറ്റിന്റെ ഭാഗമായിരിക്കുന്ന സമയത്താണ് എനിക്ക് PSC ഫുൾ ടൈം HSAല് 5th റാങ്ക് എനിക്ക് കിട്ടുന്നത്. അപ്പൊ അന്ന് സാർ ഇതുപോലെ ചോദിച്ചപ്പോ അഡ്മിന്മാരിൽ ഒരാൾ എന്നോട് എനിക്ക് എന്റെ ഓർമ്മയിൽ നസറുദ്ദീൻ സാർ തന്നെയാണെന്നാണ് സാറ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഇൻഷാ അള്ളാ ജോലിക്ക് കയറട്ടെ സാർ എന്നിട്ട് ഞാൻ സംസാരിക്കാം. കാരണം അതാണല്ലോ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ പഠനത്തിന്റെ ഒക്കെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് അഡ്വൈസ് വന്നു. DD ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോ ആഹ് ഈ വർഷം തന്നെ കിട്ടും, പേടിക്കണ്ട, കിട്ടാൻ സാധ്യത ഒരു കുഴപ്പമില്ല, കിട്ടുംന്ന് അവര് പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പൊ ഞാൻ സമാധാനമായിട്ട് ഇരിക്കണത്. പഠനത്തിനൊക്കെ ഒരു ബ്രേക്ക് എടുത്തത്. അൽഹംദുലില്ലാ. പടച്ചോനെ എന്തോരം എന്തോരം സ്തുതിച്ചാലും മതിയാവൂല. എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ ദുആ ചെയ്തതിനേക്കാൾ കൂടുതൽ പടച്ചോനോട് ഏറ്റവും കൂടുതൽ ഞാൻ ശുക്രായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ ഇങ്ങനെ ഒരു ഫസ്റ്റ് റാങ്ക് നേടിയതിന് ശേഷം. കാരണം നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയ പടച്ചോനും പറയാറുണ്ടല്ലോ, നിങ്ങള് ശുക്ർ വർദ്ധിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ. എപ്പോഴും അള്ളാഹുവിനോട് എപ്പോഴും ഞാൻ നന്ദിയുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തരം ഒരു അവസരം എനിക്ക് തന്ന ഫോക്കസ് അക്കാഡമിയുടെ അഡ്മിന്മാരോട്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാനൊരു നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ദുആയിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടാവും ട്ടോ. എന്ത് ഫോക്കസിന്റെ ആളുകൾ എന്ന് മാത്രല്ല, ഞാനിത് പഠിക്കണം എന്ന് കരുതിയിട്ട് അതിനു വേണ്ടി തുടക്കം കുറിച്ചത് മുതല് എന്നോട് അഭിപ്രായങ്ങൾ പറഞ്ഞ തന്ന ആളുകളുണ്ട്, എന്നോട് സജഷൻസ് നൽകിയ ആളുകളുണ്ട്, എന്നെ ഇൻസൾട്ട് ചെയ്ത ആളുകളുണ്ട്, കുറ്റപ്പെടുത്തിയവരുണ്ട്. അവരോടെല്ലാവരോടും ഞാന് എനിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെയുള്ള ചില പോയിന്റുകളിൽ നിന്നാണ് എനിക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ ഞാൻ എടുക്കാനും അത് പ്രാവർത്തികമാക്കാനും എനിക്ക് കഴിഞ്ഞത്. അൽഹംദുലില്ലാ. 3-4 ദിവസമായില്ലേ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണത്. ഇപ്പൊ 4-മത്തെ ദിവസമായി. അപ്പോ ഇതില് കുറേ പഠിതാക്കളുണ്ട്. ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് കേട്ടു. ഇപ്പോ ഷെർമിന ടീച്ചറിന്റെ ഒക്കെ എക്സ്പീരിയൻസ് വളരെ എന്താ ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിലായിരുന്നു. ടീച്ചർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോ നിലവില് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കൊരു ഐഡിയ കിട്ടിക്കാണും എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് എൻ്റെ ഒരു ചെറിയ ഒരു ഏട് കൂടി ഞാൻ അങ്ങനെ പറയുവാണ് ട്ടോ. ഞാൻ എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത്. ഇന്ന് എൻ്റെ ജീവിതത്തില് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ ഒന്ന് എൻ്റെ വാപ്പായും ഒന്ന് എൻ്റെ ഹസ്ബൻഡും ആയിരിക്കും. ആൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തൊക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ പഠിക്ക്, അതിന് ഞാൻ ഫുൾ സപ്പോർട്ടാണ്. ആൾ എന്നോട് പറയണത് എനിക്കെന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരാളുടെ മുമ്പിലും ഇങ്ങനെ എന്തിനും വേണ്ടി കൈ നീട്ടണത് എനിക്ക് ഇഷ്ടമല്ല. നീ നീ ഞാൻ കണ്ട ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞ് എല്ലാ കാര്യത്തിനും നീ തന്നെ ചെയ്ത് പഠിക്ക്, സപ്പോർട്ടായിട്ട് കൂടെ നിന്ന ആളാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഇത് കംപ്ലീറ്റ് ആക്കി. എൻ്റെ ഫെബ്രുവരിയിൽ എൻ്റെ കോഴ്സ് കഴിഞ്ഞു. മാർച്ചിൽ എൻ്റെ ഫസ്റ്റ് കുട്ടീൻ്റെ ഡെലിവറി ആയിരുന്നു. അത് കഴിഞ്ഞ് മോൾക്ക് 8 മാസമുള്ള സമയത്ത് എനിക്കൊരു ഓഫർ വരുവാണ്. അന്ന് നമുക്കറിയാലോ, ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിൽ എന്ത് വിചാരിക്കും, എനിക്ക് ഈ എന്ത് വിചാരിക്കും എന്നുള്ള പ്രശ്നത്തിന്റെ ആളായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു ജോലിക്ക് പോകണം എന്നുള്ളത്. ഒരു 3 മാസത്തെ ഒരു ഒഴിവ് ഒരു സ്കൂളിൽ വന്നു. അൽഫിത്ര എന്ന് പറയും. അവിടുത്തെ ടീച്ചേഴ്സ് പെട്ടെന്ന് പോയ സമയത്ത് അവര് എല്ലാം കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു എനിക്ക്. 9 മണിയുടെ സ്കൂളിൽ എനിക്ക് 9:30ക്ക് ചെന്നാൽ മതി, 12 മണി വരെ ഇരുന്നാൽ മതി, 4 ക്ലാസ്സിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തു തന്നു അവരുടെ ടൈം ടേബിൾ. അങ്ങനെ ഹസ്ബൻഡ് പറയാണ്, ഒരു തീരുമാനം പറഞ്ഞു, അവള് പോയിട്ട് ആ പൈസയും കൊണ്ട് എനിക്ക് ജീവിക്കണം എന്നുള്ള രീതിയിൽ ആളങ്ങോട്ട് നെഗറ്റീവ് ഒക്കെ അങ്ങോട്ട് ഏറ്റെടുത്തു. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്താണ്. എന്നിട്ട് ഞാൻ പോയി. അൽഹംദുലില്ലാ. ആദ്യത്തെ ഒരു 2 ദിവസം പ്രയാസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും അതുമായിട്ട് പൊരുത്തപ്പെട്ടു. ഹസ്ബൻഡിന്റെ ഉമ്മയാണെങ്കിലും വല്യുമ്മയാണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ തുടക്കത്തിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവൂല, എന്താവും എന്താവും എന്നുള്ള. പിന്നെ പിന്നെ ബാക്കി പലതും ഉണ്ടാകും. പക്ഷേ പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഞാനതെല്ലാം തരണം ചെയ്തു ട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ മോക്ക് 2.5 വയസ്സുള്ള സമയത്താണ് ഹസ്ബൻഡിന്റെ വല്യുമ്മ ഒരു പത്രം കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു,
ചെറുവട്ടൂർ സ്കൂളിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്. പോയി നോക്കണ്ടോന്ന് ചോദിച്ചു. അപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ കുട്ടി ചെറുതല്ലേ. അപ്പൊ കുറച്ചും കൂടി ആയിട്ട് നോക്കണന്നൊക്കെ ഉള്ള ഇതിൽ നിന്നതാണ്. അപ്പൊ ഇന്റർവ്യൂ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ഞാൻ ആ ഇന്റർവ്യൂവിന് പോകണതാണ്. പോയി. അപ്പോ അന്ന് കേട്ടിട്ടെന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. 2019 ട്ടോ. ഞാൻ അതിക്ക് മുമ്പേ എനിക്ക് 4ഉം 3യും ഉണ്ട്. അപ്പൊ ഞാനവിടെ ഇന്റർവ്യൂവിന് ചെന്നപ്പോ 3യും 4ഉം ഉള്ള ഒരാള്. ഭയങ്കര അത്ഭുതത്തിലാണ് അവിടെ ഇന്റർവ്യൂ വന്നവരൊക്കെ എന്നോട് അത് രണ്ടും ഉണ്ടാന്നൊക്കെ ചോദിക്കണത്. ആ അപ്പൊ എനിക്കിത് കിട്ടി. പക്ഷെ ഞാനത് കിട്ടുംന്ന് വിചാരിച്ച കാര്യമല്ല. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. അവര് തീരുമാനം പറയാൻ പറഞ്ഞു. വെള്ളിയാഴ്ചയായിരുന്നു ഇന്റർവ്യൂ. 2 ദിവസം ആലോചിച്ച് തിങ്കളാഴ്ച മറുപടി പറയണമെന്ന് പറഞ്ഞു. എന്തും വരട്ടെന്ന് കരുതിയിട്ട് അന്നും ഇതുപോലെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടിലാണ് ഞാന് ഇതിന് പോകണത്. അങ്ങനെ പോയി. ആദ്യത്തെ ഒരു ആഴ്ച ഇച്ചിരി കുറച്ച് പാടായിരുന്നു. അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു പോവാനും ആഹ് ആ ആ ആ ഒരു എല്ലാം ഒന്ന് ട്രാക്കിലാവണല്ലോ. അങ്ങനെ പോയി അൽഹംദുലില്ലാ ആ ഒരു വർഷം ഞാൻ കംപ്ലീറ്റ് ആക്കി. അതിലൂടെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. ഒരുപാട് വഴികാട്ടികളെ കിട്ടി. അവര് പലരും എന്നോട് പറയും പഠിച്ച് പിഎസ്സി നേടണം. ഇനി നിങ്ങളെ കാണുമ്പോ നീ പിഎസ്സി ജോലി കേറിയിട്ട് വേണം ഇവിടെ തിരിച്ചു വരാന്നൊക്കെ പറഞ്ഞ് നല്ല മോട്ടിവേഷൻ ചെയ്യായിരുന്നു. അവിടെ ഹൈസ്കൂൾ ടീച്ചറായിരുന്ന ജിൻസി ടീച്ചർ അൽഹംദുലില്ലാ എന്റെ ഒരു മെന്റർ ആണെന്ന് പറയാം. ഇന്നും ഞാൻ ടീച്ചറിനോട് എന്താ പറയാ കടപ്പെട്ടിരിക്കണ്. ടീച്ചറൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു ട്ടോ എനിക്ക്. അങ്ങനെ ഞാന് എന്താ പറയാ അത് കഴിഞ്ഞു. 2019 ഞാന് പ്രഗ്നന്റ് ആയിട്ടോ. അപ്പൊ പിറ്റത്തെ വർഷം എനിക്ക് ആ സ്കൂളിൽ കിട്ടിയപ്പോ പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസി വന്നപ്പോ എന്റെ അടുത്ത് യാത്ര ചെയ്യണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഞാനൊരു ബ്രേക്ക് എടുത്തു. ആ ബ്രേക്ക് എടുത്ത് 2019 നിങ്ങൾ ഓർക്കണ്ട നമ്മുടെ ലോക്ക്ഡൗൺ വന്നത്. ലോക്ക്ഡൗൺ ഒരുപാട് പേർക്ക് കുറെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഈ മോളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാനൊരു ഇന്റർവ്യൂവിന് പോയ സമയത്ത് ആ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പോയിരുന്ന സമയത്ത് എന്റെ ഞാനപ്പോ മോളെ പ്രസവിച്ചിട്ടുണ്ട് ട്ടോ. അപ്പൊ ഞാൻ ജൂൺ മുതൽ ക്ലാസ്സിൽ പോകണം എന്നൊക്കെ കരുതിയിരിക്കുന്ന സമയത്താണ് ട്ടോ ഈ ഒരു ഇന്റർവ്യൂവിന് പോയപ്പോ അവിടുത്തെ സാറ് ശരിക്കും പറഞ്ഞാൽ ആ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ ക്വാളിഫിക്കേഷൻ വെച്ച് ശരിക്കും എനിക്കാണ് കിട്ടേണ്ടത്. പക്ഷേ അവര് എന്നോട് ചോദിച്ചതേ ടൂ വീലർ ഓടിക്കുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല. ഓ അപ്പൊ എനിക്ക് ചുറ്റിക്കറങ്ങി വരുമ്പോ 1.5 മണിക്കൂറും ഇടവഴിക്കൂടെ കയറി വരുവാണെങ്കിൽ 20 മിനിറ്റേ ഉള്ളൂ. പറഞ്ഞു ഇവിടെ നേരത്തെ വരണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അത് ആ ഒരു അവസരം പോയി. പിന്നെ അതിലൊരു ടീച്ചർ എന്നോട് ചോദിച്ചു ഇതിപ്പോ ബിഎഡ് കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ. എന്താ എംഎ ഒന്നും പഠിക്കണില്ലേ? കാരണം അവരെങ്ങനെയൊക്കെ എന്നെ നിരുത്സാഹപ്പെടുത്താമോ അങ്ങനെയൊക്കെ എന്നെ അത് പറഞ്ഞായിരുന്നു ട്ടോ. അപ്പോ എനിക്ക് മനസ്സിലായി അതോടുകൂടി എനിക്ക് കിട്ടൂലാന്ന്. അന്ന് ഞാൻ അവിടുന്ന് തീരുമാനിച്ചു. ഇൻഷാ അള്ളാ ഞാൻ എത്രയും പെട്ടെന്ന് എംഎക്ക് ചേരണം. അതുപോലെ ടൂ വീലർ പഠിക്കണം. 30 വയസ്സിനുള്ളിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അന്നൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാനന്ന് അവിടുന്ന് ഇറങ്ങിയത്. ഞാനൊരു സൈക്കിൾ പോലും ഓടിക്കൂലാത്ത ഒരാളാണ് ട്ടോ. കാരണം അത്ര പേടിത്തൊറിയായിരുന്നു ഞാൻ. എന്താ പറയാ എന്റെ ഫാമിലിയിൽ ഞാൻ മാത്രാണ് ഇത് എന്താ പറയാ വണ്ടിയൊന്നും ഓടിക്കൂലാത്ത ആള്. എന്റെ വാപ്പച്ചിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു നീ ഒരു എന്നെ ഒരു വണ്ടി ഓടിച്ച് കാണണം. അത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് മരിക്കാൻ എന്നൊക്കെ വാപ്പച്ചി കളിയാക്കി പറയും. അങ്ങനെ ലോക്ക്ഡൗൺ വന്നു. നമ്മള് ലോക്ക്ഡൗണിൽ കുടുങ്ങിയ സമയത്ത് ഞാനിങ്ങനെ എല്ലാവരെയും വിളിച്ച് ചോദിക്കുമായിരുന്നു. കുറേ ഫ്രണ്ട്സിനെ ഞാനിങ്ങനെ വിളിച്ച് ഇങ്ങനെ ചോദിക്കും വാ നമുക്ക് എംഎ പഠിക്കാം എംഎ പഠിക്കാം. കാരണം ഒറ്റയ്ക്ക് പഠിച്ചാൽ ആവൂലാന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ കുറേ പേരെ കൂട്ടി എന്റെ ബിഎഡിൽ ഉണ്ടായിരുന്ന 1-2 പേരുണ്ടായിരുന്നു. ഈ പറഞ്ഞ ജിൻസി ടീച്ചർ എന്റെ കൂടെ വർക്ക് ചെയ്ത കുറേ പേരെ ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ എന്റെ കൂടെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന കുറച്ച് പേരെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ 2021 എംഎക്ക് അഡ്മിഷൻ എടുത്തു. അതില് എനിക്ക് പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ലോക്ക്ഡൗണിൽ നമുക്ക് ഈ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടിയതാണല്ലോ. അന്നാണ് ഈ സൂമും നമ്മുടെ ഗൂഗിൾ മീറ്റ് ഒക്കെ വന്ന സമയം. അപ്പൊ ഈ പോയി പഠിക്കാന്ന് പറയുന്ന സംഭവം ഈ കുട്ടീനെ ഇട്ടുകൊണ്ട് എല്ലാവർക്കും ഫാമിലി ഒക്കെ ഉള്ളതാണ് ഉത്തരവാദിത്തങ്ങളാണ് പറ്റൂല അങ്ങനെ ഒരു ഇതായി. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ ഒരു ഗൂഗിൾ മീറ്റ് സൂം എന്നൊക്കെ പറയണത്. മക്കളെ പഠിപ്പിക്കുവാണല്ലോ. അപ്പൊ ഞാനും എന്ത് ചെയ്യാണ് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് ഞങ്ങളെല്ലാവരും പോയി അഡ്മിഷൻ എടുത്ത് അതിനെ സഹായിച്ച ഒരു സാർ ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പൊ ഇതില് ആ സമയത്ത് ആ ഗ്രൂപ്പിലുള്ള പലരും വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഫാമിലി ഉള്ളവരൊക്കെ ഉണ്ട്. 3-4 മക്കളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പൊ ഞങ്ങളെന്ന് വെച്ചാൽ രാത്രി 9 മണി മുതൽ അപ്പൊ ഞാന് രാത്രി 9 മണി മുതൽ ഒരു 11 മണി വരെ ഞങ്ങൾ എന്ത് ചെയ്യും ഈ സിലബസ് അനുസരിച്ച് ഞങ്ങൾ ഇതാക്കിയിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ തുടങ്ങി.
അങ്ങനെ ഞങ്ങളിങ്ങനെ പഠിച്ച് മുന്നോട്ട് പോവാണ്. അപ്പോ എനിക്ക് തൊട്ടടുത്തൊരു സ്കൂളിലൊരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാന് അതിന് ജോയിൻ ആയിട്ടോ. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ യൂണിവേഴ്സിറ്റി ഒന്നും കറക്റ്റ് സമയത്തൊന്നും എക്സാം ഒന്നും നടത്താറില്ലാന്ന്. അഡ്മിഷൻ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങടെ സമയമൊക്കെ വളരെ കുറവായി. ഞാൻ അങ്ങനെ ജോലിക്ക് കേറി. അപ്പൊ എന്താ പ്രശ്നം വന്നേന്ന് വെച്ചാ, എന്റെ എക്സാമും കുട്ടികളുടെ എന്റെ മോളുടെ എക്സാമും സ്കൂളിലത്തെ എക്സാമും ഒരേ സമയം വരുമ്പോ ഭയങ്കര പ്രശ്നായി. എന്ന് വെച്ചാല് എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ടൈം മാനേജ് ഞാൻ എന്ത് കാര്യത്തിലും 100% ഇടുന്ന ആളാണ്. അപ്പോ എനിക്ക് ഇതിന്റെ പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റാതെ ഇപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, "നീ എന്നാ അടുത്ത വർഷം ജോലിക്ക് പോകണ്ട. ഇങ്ങനെ ഇത് പഠിക്കാൻ" പറഞ്ഞു. അങ്ങനെ ഞാനന്ന് അടുത്ത വർഷം പോണില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അതിക്ക് മുമ്പ് വർക്ക് ചെയ്തൊരു സ്കൂളില് ഒരു 3 മാസത്തെ ഒഴിവ് അവിടുത്തെ ടീച്ചറിന്റെ ഹെൽപ്പായിട്ട് എനിക്ക് കിട്ടുവാണ്. അതോടുകൂടി എന്താ പറയാ, ആഹ് ആ ഒരു പഠിപ്പിക്കാൻ പോവാന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പൊ 2023 ആയിട്ടോ. 2021 ഞാൻ അഡ്മിഷൻ എടുത്തുന്ന് പറഞ്ഞു. 2022 ഞാൻ ഫസ്റ്റ് ടൈം നെറ്റ് എഴുതാണ്. അപ്പോ ഞാൻ 3 മാസത്തേക്ക് ആ സ്കൂളിൽ കേറിയ സമയത്ത് നെറ്റ് എഴുതാൻ വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിച്ച സാറുണ്ട്. അവിടുത്തെ അറബിക് സാർ. അൽഹംദുലില്ലാ ഇന്നും ഞാൻ ആ സാറിനോട് കടപ്പെട്ടിരിക്കുന്നതാണ്. ആ സാറാണ് എനിക്കെന്താ നെറ്റെന്ന് അറിയില്ല. അങ്ങനത്തെ കുറെ ഐഡിയ ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ എന്റെ അടുത്ത് നെറ്റ് പഠിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോ തന്നെ ആദ്യം സാർ പറഞ്ഞത് സിലബസും എനിക്ക് പ്രിന്റ് എടുത്ത് തന്നു. ഓൺലൈനായിട്ട് ഞാനൊരു ബുക്ക് വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ പോയി കോച്ചിങ്ങിനൊക്കെ ചേരണേക്കായും മുമ്പ് ഞാൻ ആദ്യം പോയി ഒരു നെറ്റ് എക്സാം എഴുതുക ചെയ്തത്. എന്താണ് അതിന്റെ ട്രിക്ക്, എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു, നെറ്റ് പഠിക്കാനായിട്ട് ഇരുന്നു. അന്ന് ആഹ് അവിടുത്തെ സ്ഥിരമായിട്ട് ഒരു അധ്യാപകൻ വന്നതിന് ശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. "ഇനി നീ എവിടെയും ജോലിക്ക് പോകരുത് ട്ടോ. നീ പോയിരുന്ന് പഠിക്കണം. നിനക്ക് അതിനുള്ള കാലിബർ ഉണ്ട്. നീ പഠിച്ചിട്ട് നമുക്ക് ഇതുപോലെ സർവീസിലുള്ളവർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമുക്ക് കൂടാനുള്ളതാന്നൊക്കെ" പറയുമായിരുന്നു. അന്ന് ഈ നെറ്റില് മാത്സ് ഒക്കെ പഠിക്കാനുണ്ടല്ലോ. അപ്പോ 3:30ക്ക് സ്കൂൾ കുട്ടികളെ വിട്ടാ ഒരു 5 മണി വരെയാണ് ഓഫീസ് ടൈം. അപ്പൊ എന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പഠിക്കാനൊക്കെ ആയിട്ട്. അവരെന്ന് വെച്ചാല് എൽപിയിലെ ടീച്ചേഴ്സ് ആണ്. അപ്പൊ മാത്സ് പഠിക്കാനൊക്കെ ആയിട്ടും കാരണം ഞാന് 10 കഴിഞ്ഞിട്ട് പിന്നെ മാത്സ് തൊട്ടിട്ടേ ഇല്ല. ഞാൻ ആ ബിഎ അഫ്ളലാണ് പഠിച്ചത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവരുടെ സ്വതക്കത്തും ജാരിയാണ്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ ഞാന് നെറ്റ് സെക്കൻഡ് ടൈം ഞാൻ കുറച്ചൊക്കെ സിലബസ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു ട്ടോ. കുറച്ചൊക്കെ ഞാൻ കുറച്ച് അറബിയുടെ തന്നെ വളരെ കുറച്ച് ഭാഗം നോക്കിയിട്ട് ഞാൻ പോയി എഴുതി. പക്ഷെ അന്ന് എനിക്ക് ആഹ് രണ്ടാമത്തെ പ്രാവശ്യം നെറ്റ് എഴുതാനായിട്ട് ഞാൻ എഴുതി എനിക്ക് മാർക്ക് കുറവാനൊരു കാരണം ഡിസംബർ 12-ാം തീയതിയാണ് എക്സാം എങ്കിൽ ഡിസംബർ 1-ാം തീയതി എന്റെ വാപ്പച്ചിക്ക് ഒരു വലിയൊരു ആക്സിഡന്റ് പറ്റി. പടച്ചോന്റെ എന്താ കുദ്റത്ത് കൊണ്ട് തലനാരിഴക്ക് രക്ഷപ്പെടാന്ന് പറയൂലേ, അതുപോലെ എന്റെ വാപ്പച്ചിനെ ഇങ്ങട് തിരിച്ചു കിട്ടിയതാണ്. 8 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. വലിയൊരു കാലിനൊരു സർജറി ഒക്കെ കഴിഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ ആ എക്സാം പോയി എഴുതി. ആ എക്സാം പോയി എഴുതിയിട്ട് എനിക്ക് അന്ന് എനിക്ക് 162 മാർക്കായിരുന്നു. പക്ഷെ അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 175, 176 അത്രയൊക്കെയായിരുന്നു വന്നത്. 10 15 മാർക്കിന്റെ വ്യത്യാസമായിരുന്നു എനിക്ക് വന്നത് ട്ടോ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഓക്കെ, ഞാൻ ട്രാക്കിലാണ്. ഇനി എനിക്ക് ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും എന്നുള്ളത്. അങ്ങനെ 3-ാമത്തെ പ്രാവശ്യം ഞാന് ഫോക്കസിന്റെ നെറ്റിന് ചേർന്നു. അതോടൊപ്പം തന്നെ ഫ്രീ കിട്ടിയ എല്ലാ ഗ്രൂപ്പിലും ഞാൻ ചേർന്നിട്ടുണ്ട് ട്ടോ. വേറൊരു അക്കാഡമിയുടെ ഭാഗം ഞാനായിരുന്നു. നെറ്റ് ഞാൻ കൂടുതലും വേറൊരു അക്കാഡമിയുടെ ഭാഗമായിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. പക്ഷേ എയ്ഫർ ആവട്ടെ, എഡ്ഫിലാവട്ടെ, റൈറ്റ് പാത്ത് എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. കാരണം ഈ നെറ്റ് പാസ്സായ പലരും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മള് ജികെ അതിന്റെ പാർട്ട് 1 പഠിക്കണം എന്നാണ്. അപ്പൊ ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ കണ്ട് കുറേ പഠിച്ചിട്ടാണ് ഞാൻ അന്ന് പോയി നെറ്റ് എഴുതിയത്. അൽഹംദുലില്ലാ. 3-ാമത് ഞാൻ എന്റെ ഫുൾ എഫേർട്ട് ഇട്ട് പഠിച്ച് അന്ന് എനിക്ക് നെറ്റ് കിട്ടി. അത് ജൂൺ 2024-ത്തെ എക്സാം ആണ് ട്ടോ. അപ്പത്തേക്കും നമ്മുടെ എം എ ഒക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് ട്ടോ. എം എ ഒക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ തൊട്ട് മാസമായിരുന്നു. വളരെ നെറ്റ് ഒക്കെ ഭയങ്കര സന്തോഷത്തില് എഴുതി തിരിച്ചു വന്നു. അന്ന് നന്നായിട്ട് കിടന്നുറങ്ങി. പക്ഷെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോ സംഭവം ആകെ മറിഞ്ഞുപോയി. നെറ്റും നീറ്റും എക്സാം 2024 ക്യാൻസൽ ചെയ്തു. അങ്ങനൊരു സംഭവം ഉണ്ടായി. എന്താ പറയണ്ടേ എന്ന് എനിക്കറിയില്ല. ആ എക്സാം ആ ഒരു വാർത്ത കണ്ട സമയത്ത്. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സാം എഴുതുന്നതോട് കൂടി നമ്മളുടെ മെമ്മറിന്ന് ഒരു 50% മാഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നാറ്.
കാരണം നമ്മളിട്ട എഫേർട്ട് ആയല്ലോ. ശരിക്കും പറഞ്ഞാ അതൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന സന്ദർഭമായിരുന്നു ട്ടോ അത്. പക്ഷെ ഞാന് എക്സാം കഴിഞ്ഞ് എഴുതിയപ്പോ ഇറങ്ങിയപ്പോ ഞാൻ ഓർത്തു ഇന്ന പോർഷൻസും കൂടി നോക്കിയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമാവുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് പിന്നെ ആ എക്സാം ഓഗസ്റ്റിലാണ് നടത്തുന്നത്. അപ്പോ എന്റെ പ്ലാൻ എന്ന് വെച്ചാല് ജൂണില് നെറ്റ്, ജൂലൈയിൽ സെറ്റ്, അത് കഴിഞ്ഞിട്ട് PSC ഫോക്കസ് ചെയ്യണം എന്നൊക്കെയാണ്. ഭയങ്കര ഇതിലൊക്കെ ഞാൻ നല്ല പ്ലാനിങ് ആട്ടോ നടത്തിയിരുന്നത്. ഇവിടെ ഒന്നും ഒരു വിട്ടുവീഴ്ച എനിക്ക് ഉണ്ടായിരുന്നില്ല ട്ടോ. പല തടസ്സങ്ങളും ഇതിലുണ്ട്. പക്ഷെ അതൊന്നും എന്റെ ഒന്നും അല്ലാതെ ആക്കിയത് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് ഇതായിരുന്നു. കാരണം ഇനി എനിക്ക് ഇതുപോലെ ഇരുന്ന് പഠിക്കാൻ ഒരു അവസരം ഇല്ല. കാരണം ആഹ് അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഇനി എനിക്കൊരു പഠിക്കാൻ ഒരു അവസരം ഇല്ല. അപ്പൊ ഞാന് എന്നെ ഇങ്ങനെ എന്താ പറയാ പിന്നിലേക്ക് വലിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ എനിക്ക് പറയാനൊരു കാരണം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഫുൾ എഫേർട്ട് ഇട്ടാണ് ഞാൻ അത് പഠിച്ചിരുന്നത്. പിന്നെ നമ്മൾ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഊണിലും ഉറക്കത്തിലും നെറ്റ് എന്ന് പറയണത്. ആ രീതിയിലായിരുന്നു ഞാൻ പഠിച്ചത്. എന്റെ കൂടെ ഉള്ളവര് അതിന് ഞങ്ങൾക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ട്ടോ. അതിലെല്ലാവർക്കും നെറ്റ് കിട്ടി. JRF ഇങ്ങനെ തൊട്ടടുത്ത് എത്തിയിട്ട് പോയവരൊക്കെ ഉണ്ട് ട്ടോ. ഒരു 1 2 മാർക്കിനൊക്കെ JRF പോയവരുണ്ട്. അൽഹംദുലില്ലാ അതിലൊരു 10 12 പേരാണ്, ഏകദേശം 10 പേർക്കും നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ആ ഇതിന്ന് ഫസ്റ്റും സെക്കൻഡും പ്രാവശ്യമൊക്കെ എഴുതിയിട്ട് ട്ടോ. അങ്ങനെ അത് വേണം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു നന്മ കാണാനായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് എപ്പോഴും. എന്റെ നെറ്റ് ക്യാൻസൽ ചെയ്തു. പക്ഷേ പിന്നീടുള്ളതെന്ന് പറയണത് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുമായിരുന്നു. പിന്നെ ഞാൻ സെറ്റ് പഠിക്കാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം നെറ്റിൽ ഇനിയും ഇതുണ്ടല്ലോ, സമയമുണ്ടല്ലോ. അപ്പൊ ഏകദേശം ഇതിന്റെ രണ്ടിന്റെ സിലബസ് സെയിം ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിന് നമ്മൾ ഫസ്റ്റ് പാർട്ട് പഠിച്ചില്ലെങ്കിൽ ജയിക്കൂല. അപ്പൊ അതിന് കൂടുതലായിട്ട് എന്ത് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതുപോലെ നെറ്റ് എന്താണ് യൂട്യൂബിലുള്ള വീഡിയോസ് ഒക്കെ കണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുത്ത് അങ്ങനെ പഠിച്ചു. എനിക്ക് സെറ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റിൽ വീണ്ടും പോയി നെറ്റ് എഴുതി. അൽഹംദുലില്ലാ എനിക്ക് നെറ്റ് കിട്ടി. നെറ്റ് കിട്ടി കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്താ പറയാ ഈ ഈ PSCയുടെ ഈ HSI ഫുൾ ടൈമിന്റെ എക്സാം നടക്കുന്നത്. ഇതിന്റെ ഒപ്പം കുറെ എക്സാമുകളൊക്കെ ഉണ്ട് ട്ടോ. അതിലൊക്കെ ഞാൻ ഇങ്ങനെ അടുത്ത് വരെ വരും. 1 2 മാർക്കിനൊക്കെ പോകും. അങ്ങനെയാണ്. അപ്പൊ ഇതോടുകൂടി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് സെറ്റിന് വേണ്ടിയിട്ട് എന്തായാലും ജനറലും ഒക്കെ നോക്കിയായിരുന്നല്ലോ. നെറ്റിന്റെ ജനറൽ വേറെ, സെറ്റിന്റെ കുറച്ചും കൂടി നമ്മുടെ GK കണ്ടന്റ് ഒക്കെ കൂടുതൽ വന്നതാണ്. അപ്പോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരു ഇച്ചിരി ധാരണയായപ്പോ എന്ത് ചെയ്തു, ഈ PSCക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് പഠിക്കാൻ തുടങ്ങി. GK കുറച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല മാർക്ക് കൂടിയത് ട്ടോ. മറ്റത് ഇങ്ങനെ ഒരു 55 57 നിൽക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഫുൾ ടൈം HSIയുടെ വന്ന സമയത്ത് എനിക്ക് 67 മാർക്ക്, 64 അവരുടെ കട്ട് ഓഫ് പറഞ്ഞിരുന്നത്. 67 മാർക്കും കണ്ട് എനിക്ക് വന്നിട്ടുണ്ട്. അതായത് GKയും കൂടി കുറച്ച് പഠിച്ചിട്ടാണ്. അന്ന് GK ആഴത്തിൽ പഠിച്ചു തുടങ്ങിയിട്ടില്ല ഞാൻ. അതിലേക്ക് എത്താട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഷോർട്ട് ലിസ്റ്റ് വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഫോക്കസ് അക്കാഡമി കോഴിക്കോട് ഒരു മോക്ക് ഇന്റർവ്യൂ വെക്കണത്. ആ മോക്ക് ഇന്റർവ്യൂല് ഞാൻ ഫൗസ് ടീച്ചറിന്റെ ഒപ്പം അവിടെ വരാണ്. അങ്ങനെ ഫൗസി ടീച്ചറും ഞാനും ഇവിടുന്ന് ഒരുമിച്ചാണ് കേട്ടോ അങ്ങോട്ടേക്ക് വന്നത്. അവിടെ വെച്ച് ഞാൻ കുറേ പേരെ കണ്ടു. ഈ അസ്നാനൊക്കെ ഞാൻ അന്ന് ആദ്യമായിട്ട് അവിടെ വെച്ച് കാണുക കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ലേ, കുറേ പേരുണ്ടായിരുന്നു. അന്ന് ലിസ്റ്റിൽ വന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും അവിടെ ലിസ്റ്റിൽ വന്നവർ തന്നെയായിരുന്നു കേട്ടോ. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നോക്കുന്ന ആളുകളായിരുന്നു കൂടുതലും വന്നിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ അങ്ങനെ ഒരു പരിപാടി പിന്നീട് ഫോക്കസ് പറഞ്ഞിട്ടും അങ്ങനെ പിന്നൊന്നും അങ്ങനെ സംഘടിപ്പിച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ. അതെന്റെ ഭയങ്കരമായൊരു എന്താ പറയാ നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എന്റെ സെക്കൻഡ് ടേണിംഗ് പോയിന്റ് എന്ന് പറയാം കരിയറിലെ ആ ഒരു സംഭവമായിരുന്നു. അപ്പോ എങ്ങനെയാണ് ഇന്റർവ്യൂ നടത്തണെന്നാണ് എന്നെ ആ സാറ് ഇങ്ങനെ നമ്മൾ സലാം പറഞ്ഞ് കടന്നു വരുമ്പോ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് ഉപയോഗിച്ചു ട്ടോ. ഇജ്ലിസ് നമുക്ക് അറിയാവുന്ന വാക്കാണ്. പക്ഷെ അത് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള രീതിയിൽ സാർ എന്തോ ഒരു വാക്ക് പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ആ വാക്ക് ഓർമ്മയില്ല. അരീക്കോട്. അരീക്കോട്. ശരിയാണ് ടീച്ചർ. അരീക്കോട്. ഇനി കോഴിക്കോടാണോ മലപ്പുറമാണോ നിങ്ങൾക്ക് അറിയില്ല ട്ടോ. സംഭവം ഫോക്കസിന്റെ മോക്ക് ഇന്റർവ്യൂ ആണ്. ആ സാർ എന്നോട് ആ പറഞ്ഞ വാക്ക് എനിക്ക് മനസ്സിലായില്ല. എന്നോട് ഇരിക്കാനാണ് പറഞ്ഞതെന്ന്. ഞാൻ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഇരിക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഈ നെഹ്‌വൊക്കെ ആണെങ്കിലും ചോദിക്കുമ്പോ ഉണ്ടല്ലോ അതിന് സംഭവം എന്താന്ന് അറിയാം. പക്ഷെ എനിക്ക് പറയാൻ അറിയില്ല. അപ്പോ അവര് നോക്കിയിട്ട് എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. ഇന്ന കാര്യമാണ് ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഫോം തന്നിരുന്നു. ആ ഫോം ഒരു 5 6 എണ്ണം ഞാൻ പ്രിന്റ് എടുത്തു. എന്നിട്ട് ഓരോ രീതിയിലും എന്റെ സംഭവങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട്
ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും, എന്നോട് ചോദിക്കും. ഇപ്പൊ എന്റെ അടുത്ത് എന്തൊക്കെ ചോദിക്കാൻ പറ്റും, ഞാൻ അങ്ങനെ തിരിച്ചെന്തൊക്കെ പറയും, അങ്ങനെ രീതിയിൽ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കും. അന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പരിചയപ്പെട്ട ഒരാളാണ് നമ്മുടെ സാലിമ ടീച്ചർ. ടീച്ചർ ഇപ്പൊ പാലക്കാട് സെക്കൻഡ് റാങ്ക് കിട്ടിയ ടീച്ചർ കേട്ടോ. അത് സാലിമ. അങ്ങനെ ഞങ്ങള് സാലിമ ടീച്ചറിനായിട്ടാണ് ഞാൻ കൂടുതലും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിച്ചത്. പിന്നെ ജനറലില് എനിക്ക് പരിചയപ്പെട്ട ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ആ സമയത്ത് ഒരു ഇംഗ്ലീഷ് കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ. അപ്പൊ അവിടുത്തെ ടീച്ചർ അടിപൊളിയായിരുന്നു. ടീച്ചറും എന്റെ അടുത്ത് എന്റെ പ്രൊഫൈൽ വെച്ചിട്ട് എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു. അങ്ങനെ അവസാനം ലിസ്റ്റ് വന്നു. എനിക്ക് 5ാം റാങ്ക് ഉണ്ടായിരുന്നു. ആദ്യം ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു, കാരണം 3 റാങ്കിനുള്ളിൽ വരുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ എനിക്ക് അതായി. പക്ഷെ ഞാൻ അന്നത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. ആ സാറ് ചോദിച്ച ഞാന് ഞാൻ എന്റെ പ്രൊഫൈൽ ഒരിക്കലും നോക്കാത്തൊരു കാര്യമാണ് എന്നോട് അന്ന് ചോദിച്ചിരുന്നത്. പക്ഷേ പ്രസംഗം പറയാനായിട്ട് ഞാൻ അൽഹംദുലില്ലാ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ആകെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് അതിൽ അറിയാത്തത് ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് ഇങ്ങനെ ടീച്ചിങ് പ്ലാൻ എഴുതുമ്പോൾ 2 കോളാക്കി എഴുതുമല്ലോ. അപ്പൊ അതിൽ രണ്ടിന്റെയും പേര് ചോദിച്ചപ്പോ ഒരെണ്ണത്തിന്റെ പേര് എനിക്ക് കിട്ടിയില്ല. പ്രതികരണങ്ങൾ, അത് ആ സംഭവം കിട്ടിയില്ല. അതായിരുന്നു ഞാൻ ആകെ ആൻസർ പറയാതെ. അതുകൊണ്ട് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ 3 റാങ്കിന് വരുമെന്ന്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് എക്സാമുകൾ പറഞ്ഞല്ലോ. അപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അങ്ങനെ ഞങ്ങൾ വിന്നേഴ്സ് ഗ്രൂപ്പിൽ ജസ്റ്റ് ജോയിൻ ആയിട്ട് തുടങ്ങി. ആ മുബാറക്ക ടീച്ചർ പറയുന്നുണ്ട് ടീച്ചറിന്റെ വീട്ടിലായിരുന്നു. അങ്ങനെ വിന്നേഴ്സിലാണ് കേട്ടോ വന്നത്. അന്ന് ഫൗസ് ടീച്ചർ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് ഇങ്ങനെ നെഹു പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ടീച്ചർ നെഹു പഠിക്കാൻ താല്പര്യമുള്ള കുറെ പേര് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത്, എന്നിട്ട് ടീച്ചർ 3 ദിവസം നോക്കിയിട്ട് കൃത്യമായിട്ട് വരുന്നവരെ മാത്രം വെച്ച് ടീച്ചർ അടുത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. പിന്നെ അതിൽ നിന്ന് പഠിക്കുന്നവരെ വെച്ച് മാത്രം അടുത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ 3ാമത്തെ ഒരു ഗ്രൂപ്പിൽ ഞങ്ങള് നിൽക്കണത്. ഞങ്ങളുടെ ഗ്രൂപ്പിന് ടീച്ചർ ഇട്ട പേരാണെന്നാണ് എന്റെ ഓർമ്മ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്നാണ് ആ ഗ്രൂപ്പിന് പേരിട്ട് തന്നായിരുന്നത്. ഞാന് ഈ 1ാം റാങ്ക് ഇന്ന് വാങ്ങിച്ച് ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വലിയൊരു എന്താ പറയാ, എനിക്കറിയില്ല വാക്കുകൾ കൊണ്ട് എന്താ പറയുന്നത്. അതിന്റെ വലിയൊരു ക്രെഡിറ്റ് എന്റെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലെ എന്റെ കൂട്ടുകാർക്കാണ്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ അതൊരു 10-15 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ വെച്ച് 1-2 പേരൊക്കെ വന്ന് ചേർന്നു കേട്ടോ. അതില് ഫൗസ് ടീച്ചർ ഇടയ്ക്ക് വെച്ചിട്ട് ടീച്ചറിന് ജോലിക്ക് കയറിയപ്പോൾ ഞങ്ങളെ നയിക്കാൻ ഞങ്ങളുടെ ലീഡറായിട്ട് നിന്ന ടീച്ചറിന് അതിന് സമയമില്ല, അപ്പൊ നിങ്ങൾ ഇനി തന്നെ പഠിക്കട്ടോ എന്നും പറഞ്ഞ് പോയപ്പോ ഞങ്ങൾ തന്നെ ഞങ്ങളിൽ നിന്നൊരു ലീഡറെ എടുത്തായിരുന്നു. ആഷില ടീച്ചർ വഴക്കൊന്നും പറയരുത് ട്ടോ, എല്ലാവരുടെ പേരൊക്കെ മെൻഷൻ ചെയ്യണേല്. ആഷില ടീച്ചറായിരുന്നു ഞങ്ങളുടെ മെന്റർ, ഞങ്ങളുടെ ലീഡർ. ഞങ്ങള് സിലബസ് എടുത്തു. കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പഠിക്കണം. ഓരോ ദിവസവും ഇന്ന ആൾക്കാര് സബ്ജക്ട് വൈസ് ആയിട്ട് തിരിച്ചു. ഇതൊക്കെ ഞാനിങ്ങനെ കഥ പോലെ പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ പറയണത്. എന്റെ മാത്രമല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇതിലുണ്ട്. കുറെ പേരൊക്കെ ഇതിലുണ്ട്, എന്ന് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോ എങ്ങനെ പഠിക്കണം എന്നുള്ളവർക്കൊക്കെ ഇതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് പറയണതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങള് ഓരോ സബ്ജക്ട് വൈസ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സബ്ജക്ട് എല്ലാവരും അതിൽ വായിക്കണം. വായിച്ചില്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും എന്ന് പറയൂ. പുറത്താക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ നമുക്കിങ്ങനെ വായിക്കേണ്ടി വരും. നമ്മൾ വായിക്കും. അപ്പോഴാണ് ഞങ്ങളുടെ റാഷ ടീച്ചർ, നമ്മുടെ ആ സാറിന്റെ PDF ഒക്കെ ഉണ്ടല്ലോ, അരച്ച് കലക്കി ടീച്ചറൊക്കെ എന്തോരം കഷ്ടപ്പെട്ട ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചു തന്നിട്ടേന്ന് അറിയാമോ. അതുപോലെ GK ടീച്ചർ വായിക്കണത് ഓർത്ത് നിൽക്കുന്നത് റാഷ ടീച്ചറിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ തുടങ്ങി. ഒരുപാട് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഞങ്ങൾ കൊണ്ടിടും. ടീച്ചർ പത്രം വായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താ അതില് വന്നിരിക്കണേന്ന് ചോദിക്കുന്നത്. അതുപോലെ ജനറൽ ആയിക്കോട്ടെ, നമ്മുടെ ബലാഗ ലാസ്റ്റ് വായിച്ചെന്ന സാലിമ ടീച്ചർ. അങ്ങനെ സബ്ജക്ട് വൈസ് എല്ലാം നമ്മളിങ്ങനെ നോക്കി നോക്കി നമ്മളിങ്ങനെ എന്താ പറയാ ഒരു ട്രാക്കിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മുടെ ഓഗസ്റ്റിലായിരുന്നല്ലോ എക്സാം വന്നിരുന്നത്. ആ ഓഗസ്റ്റില് അതിക്ക് മുമ്പ് എനിക്ക് നെറ്റ് പാസ്സായിരുന്ന തൊട്ടടുത്ത സ്കൂളിൽ ഒരു കോളേജിൽ എനിക്ക് ജോലി ഓഫർ വന്ന സമയത്ത് ഞാൻ അതിൽ ജോയിൻ ആയി. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു ലിസ്റ്റിൽ ഉണ്ടല്ലോ. അപ്പോ അന്വേഷിച്ചപ്പോ അത് കുറച്ച് കിട്ടാൻ സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് കാരണം ആ സമയത്ത് കുറച്ച് സാമ്പത്തിക ബാധ്യതയൊക്കെ എനിക്ക് വന്നപ്പോൾ ഞാനൊരു റിസ്ക് എടുത്തു ലൈഫിൽ. കാരണം എനിക്ക് ജോലിയും വേണം, ഇതും വേണം. ഞാൻ നോക്കിയപ്പോൾ ഞാനിപ്പോ ട്രാക്കിലാണ്, എനിക്കിനൊരു റിവിഷൻ രീതിയിൽ പോയാൽ മതി. അപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ കോളേജിൽ ജോയിൻ ചെയ്താലും
എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8:30 കോളേജിൽ എത്തണം. ഒരു ദിവസം 3 പീരീഡ് ഉണ്ടാവാറുള്ളൂ. 3 പീരീഡ് എന്ന് പറഞ്ഞാൽ 3 അവർ. 3:30 വരെയാണ് അവിടുത്തെ ടൈം. അപ്പൊ ഇതിലിടയിൽ എനിക്ക് കുറേ ടൈം കിട്ടുമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിരുന്ന് പഠിക്കും. അപ്പൊ അവർക്കൊക്കെ ഒരു അവരും നന്നായിട്ട് പറയും എൻ്റെ അടുത്ത് പഠിച്ചോട്ടോ എന്ന് പറഞ്ഞ് അവരെന്നെ കുറെ ഉത്തരവാദിത്തത്തിൽ നിന്നൊക്കെ എനിക്ക് ഒഴിവാക്കി തന്നിട്ടുണ്ട്. കൂടെയുള്ള കൊളീഗ്സ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കാര്യത്തില്. അങ്ങനെ ഓഗസ്റ്റിൽ എക്സാം നടന്നു. ജനുവരിയിലായിരുന്നു ഇന്റർവ്യൂ. പത്തനംതിട്ടയിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഒരു മനുഷ്യന് ലീവ് കൊടുക്കൂല. ടീച്ചർക്ക് ലീവ് എടുക്കണവരോട് ദേഷ്യാണ്. അങ്ങനത്തെ ടീച്ചറാണ്. പക്ഷെ എന്താ അറിയില്ല, എനിക്ക് ലീവ് വേണമെന്ന് തോന്നിയപ്പോ ഞാൻ ടീച്ചറിനോട് പോയി ചോദിച്ചു. ഞാൻ ആരോടും അഭിപ്രായം ഒന്നും ചോദിച്ചില്ല കേട്ടോ. ഇതെല്ലാം നേരെ ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചു. ടീച്ചറെ, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എനിക്ക് ഞാനപ്പോ DD ഗസ്റ്റ് ആണ്. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെക്കിങ് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും നമ്മളവിടെ ആളില്ലെങ്കിൽ. അപ്പൊ ഒരു ദിവസം പോയില്ലെങ്കിലോ നമുക്ക് സാലറിയും പോകും. അപ്പൊ ഞാൻ ടീച്ചറിനോട് ടീച്ചർ ഒരു ദിവസം എനിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാമോ, എനിക്ക് ഇന്റർവ്യൂവിന് പോകാനാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ ടോട്ടൽ 3 ദിവസമാവും കേട്ടോ എൻ്റെ ഇത് ലീവ് വന്നത്. അപ്പൊ ടീച്ചർ എന്നോട് ചോദിച്ചു, ശനിയാഴ്ചയാണ് ഇന്റർവ്യൂ, അപ്പൊ വ്യാഴാഴ്ച എത്ര പീരീഡ് ഉണ്ട് അൻസിയക്ക്? ഞാൻ ഒരു ഫസ്റ്റ് അവർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അൻസിയ ഫസ്റ്റ് അവർ വന്നിട്ട് അവിടെ വേറൊരു നമ്മളെന്താണ് മൂവ്മെന്റ് രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് അൻസിയെ പൊക്കോളാൻ പറഞ്ഞു. ടീച്ചർ അന്ന് അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ആ ലാസ്റ്റ് മുമ്പിൽ നമ്മൾ നോക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുമെന്ന് പറയില്ലേ. അന്ന് ഞാൻ വന്നിട്ട് നോക്കിയത് 8, 9, 10 ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ഒന്നും കൂടി ഓടിച്ചിട്ട് നോക്കിയത്. എനിക്ക് ഇന്റർവ്യൂവിന് വന്നത് 8, 9, 10 ടെക്സ്റ്റ് ബുക്കിലെ 10ാം ക്ലാസ്സിലെ ആ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ നമ്മുടെ മീഡിയയുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു വന്നിരുന്നത്. അതെന്തായാലും എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റിയിട്ട്. പക്ഷെ തൊട്ട് മുമ്പത്തെ ഇന്റർവ്യൂവിന് വെച്ച് നോക്കുമ്പോൾ അന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കുറെ എനിക്ക് പെർഫോം ചെയ്തെന്ന് പറയാൻ പറ്റുമായിരുന്നു. ഞാൻ എന്നിട്ട് ഗ്രൂപ്പിൽ വന്ന് പറയുകയും ചെയ്തു, എനിക്ക് ഇന്റർവ്യൂ ഭയങ്കര എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ പെർഫോം ചെയ്തതായിട്ട് എനിക്ക് തോന്നണില്ല. എനിക്ക് പ്രതീക്ഷ കുറവാണ് കേട്ടോ. ഞങ്ങളുടെ ഗവൺമെന്റ് എന്റെ ഫ്രണ്ട്സിനോട് വന്ന് ഞാൻ പറഞ്ഞു സാധ്യതയില്ല കേട്ടോ. പക്ഷെ ദുആ ഉണ്ട് കേട്ടോ. ദുആ ഇപ്പോഴും അതിന്റെ നമ്മള് അങ്ങനെയാണ് നമ്മുടെ മനസ്സിലെങ്കിലും നമുക്ക് കിട്ടണേ, ജോലിക്ക് കയറാൻ പറ്റണേ എന്നല്ലേ നമ്മൾ എപ്പോഴും തേടുള്ളൂ. അൽഹംദുലില്ലാ അങ്ങനെ ഇക്കഴിഞ്ഞ 2026 ഫെബ്രുവരിയിൽ ലിസ്റ്റ് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പോ എൻ്റെ പേരുണ്ട് ഫസ്റ്റ് റാങ്ക്. അതൊരു കഥയാണ്. ഞാൻ എൻ്റെ മോളുടെ പരിപാടിയിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള സാലിം എന്നെ വിളിക്കുക. അപ്പൊ പ്രോഗ്രാം നടക്കാൻ വേണ്ടി പോവാണ്. കോൺവെക്കേഷന് സ്റ്റേജിൽ കയറ്റി കുട്ടികളെ ഫോട്ടോ എടുക്കുമ്പോൾ സാലിമ വിളിക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തില്ല. രണ്ടാമത് വിളിച്ചപ്പോൾ ഞാൻ കട്ട് ചെയ്തു. മൂന്നാമതും വിളിച്ചപ്പോൾ എനിക്കൊരു പേടിയായി. ഇതെന്താ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ വിളിക്കണത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തു. ഫോൺ എടുത്തപ്പോൾ അൻസി കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാനും ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് തുള്ളി ചാടിപ്പോയി. എൻ്റെ ഹസ്ബൻഡും വന്നിട്ട് എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കിട്ടി ഇതാണെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഫുൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞേക്കണ് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ഇപ്പൊ 2 ലിസ്റ്റിൽ വന്ന് നിൽക്കണതോ അല്ലെങ്കിൽ ഇനി കുറച്ച് കാര്യം ഇത് ഇത്രയും നേരം എൻ്റെ സന്തോഷത്തിന്റെ മൊമെന്റ്സ് ആട്ടോ പറഞ്ഞത്. ഇനി നമ്മള് ഞാൻ ഞാൻ എടുത്ത ചില തീരുമാനങ്ങൾ ചിലപ്പോൾ അത് എല്ലാവർക്കും അക്സെപ്റ്റ് ആവണമെന്നില്ല. ചിലർ വിചാരിക്കും എന്തിനാ ഇത്ര ആഴത്തിൽ ചിന്തിക്കണെന്തിനാ, എന്തിനാ ഇത്ര കടന്ന് ചിന്തിക്കണെന്തിനാ, അത്രയ്ക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അങ്ങനെ എടുക്കാട്ടോ. പക്ഷെ ഞാൻ ഈ 2021 MA അഡ്മിഷൻ എടുത്ത സമയം മുതൽ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. ഇപ്പൊ എൻ്റെ മോള് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. 1ാം ക്ലാസ് മുതൽ ഞാൻ എൻ്റെ വീട്ടിലാണ് നിന്നേച്ചത്. അപ്പോ ഇക്കാക്കയുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും നാട്ടുകാരുടെ അടുത്തുനിന്ന്, ഫാമിലി എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മായിമ്മ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നാട്ടുകാരുടെ അടുത്ത് നിന്നൊക്കെ ആണെങ്കിലും കുറെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കുറെ കുത്തുവാക്കുകൾ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങോട്ട് ഇതൊക്കെ കുറച്ച് എന്താ പറയാ, നമുക്ക് കുറച്ച് പോരായ്മകളൊക്കെ നമുക്ക് വരുമല്ലോ. അങ്ങനെ പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അത്. അപ്പോ അങ്ങനെ മാറി നിന്ന് ഞാനിങ്ങനെ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് ഈ 2021 ഞാൻ എല്ലാവരോടും പറയണത് ഞാൻ MAക്ക് പഠിക്കുകയാണ്. എൻ്റെ MA 2026 തീരുന്നില്ലായിരുന്നു. അതുപോലെ ഞാൻ എല്ലാവരോടും പറയാം, ഞാൻ MAക്ക് പഠിക്കുകയാണ്. അതിന്റെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഈ നെറ്റ് പഠിക്കണതോ അല്ലെങ്കിൽ ഞാൻ സെറ്റിന് വേണ്ടി പഠിക്കുന്നുണ്ടെന്നൊന്നും ഞാൻ എല്ലാവരോടും അങ്ങനെ റിവീൽ ചെയ്യുന്ന ഒരു കാര്യമില്ലായിരുന്നു കേട്ടോ. കാരണം ഈ കണ്ണേറ് എന്ന് പറയുന്ന സംഭവത്തിലൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊന്നും ഭയങ്കര എന്താ പറയാ ഇങ്ങനെ പരസ്യപ്പെടുത്തി നടക്കണ ആളല്ലായിരുന്നു. ഞാൻ നെറ്റ് പാസ്സായിന്ന് ഞാൻ പറയുന്നത്
എൻ്റെ MA കഴിഞ്ഞ് നെറ്റിന്റെ റിസൾട്ട് കിട്ടിയിട്ട് നമ്മുടെ ഫോക്കസ് അക്കാഡമി നെറ്റ് നേടിയ ആൾക്കാരുടെ വെച്ചിട്ടൊക്കെ ഒരു ഇതുണ്ടാക്കൂലേ. ഞാനപ്പോൾ മറ്റൊരു അക്കാഡമിയിലും ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്റെ പേര് വെച്ചിട്ടൊരു പോസ്റ്റർ ചെയ്ത സമയത്താണ് ഞാൻ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട്. അതെന്റെ വാപ്പാടെ ഫാമിലി ആണെങ്കിലും ഉമ്മയുടെ ഫാമിലി ആണെങ്കിലും ഹസ്ബൻഡിന്റെ ഫാമിലി ആണെങ്കിലും ആരോട് ആ ഒരു കാര്യത്തില് എല്ലാവരും ഒന്നാണ് ട്ടോ. ഞാൻ അങ്ങനെ ആരോടും ഇങ്ങനെ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യണേന്നൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയില്ല നമ്മുടെ നന്മ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ആരൊക്കെ അങ്ങനെ ആഗ്രഹിക്കാതിരിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റൂല. അപ്പോ എന്നിട്ടാണ് ഞാനത് അവരോട് പറഞ്ഞത്. ഞാനിങ്ങനെ നേടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെറ്റും അതുപോലെ തന്നെയായിരുന്നു. ശേഷമാണ് പറഞ്ഞത്. ഈ ലിസ്റ്റിൽ വന്ന കാര്യമൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ജോലി കിട്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. കാരണം നമ്മുടെ മുമ്പിൽ കുറേ പേരുടെ അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഞാന് ഫുൾ ടൈം ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു ലിസ്റ്റിലെ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിന് അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാ സാറ് ജോലിക്ക് കയറിയത് തന്നെ. അപ്പോ ഞാനിങ്ങനെ ഇത് പറഞ്ഞ് എനിക്ക് ഈ സംഭവം കിട്ടിയില്ലെങ്കില് എനിക്ക് ഇങ്ങനെ എല്ലാവരും അത് ചോദിക്കുമ്പോ എന്ത് പറയും? ശരിക്കും പറഞ്ഞാ അങ്ങനെയുള്ളവരുടെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ടാണ് ട്ടോ ഞാൻ എന്നാ ശരി ഇങ്ങനെ പറയണ്ട. കിട്ടിയിട്ട് പറയാന്നുള്ളൊരു തീരുമാനത്തിൽ. അങ്ങനെ ഇതിന്റെ അഡ്വൈസ് മെമ്മോ വന്നതിന് ശേഷാണ് ഞാന് എന്റെ ഫാമിലിയില് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫാമിലിയില് എല്ലാവരോടും ഞാൻ പറഞ്ഞത്. ഞാനിങ്ങനൊരു സംഭവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. ഇത്രയാണ് ഇങ്ങനെ എന്താ പറയാ ഇപ്പൊ ആ ഒരു മൊമെന്റിൽ നിക്കാണ്. പക്ഷെ പറയുവാണെങ്കില് ഇത് ചിലപ്പോ ഞാനിങ്ങനെ പറയുന്ന സമയത്ത് ഇത് ഇത്ര ഈസി ആയിരുന്നോ? ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിക്കണെന്ന് പറഞ്ഞപ്പോ പലരും വിചാരിച്ചണം അതുകൊണ്ടാണ് അൻസിക്ക് ഇത്ര ഈസി ആണെന്ന് വിചാരിച്ചെന്ന്. അങ്ങനെ ആരും വിചാരിക്കണ്ട ട്ടോ. എനിക്ക് വേറെയും കുറച്ച് പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് എനിക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് മാറി എന്റെ വീട്ടിൽ നിൽക്കേണ്ടി വന്നത്. എന്റെ എന്റെ ജേർണി ഒരിക്കലും എളുപ്പമായിരുന്നില്ല. ഒരിക്കലും എളുപ്പമായിരുന്നില്ല. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാൾ എല്ലാത്തിനും ഉപരി ഈ 2023 ആ ഒരു നെറ്റിന് പഠിക്കാൻ ഇരുന്നപ്പോ മുതല് നെറ്റ് സെറ്റ് കിട്ടിയിട്ടാണ് ഞാൻ PSC ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ കണ്ടത്. അതിനുശേഷമാണ് എനിക്ക് ഗവൺമെന്റ് ജോലി തന്നെ വേണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നത്. അതുവരെ എനിക്കൊരു വരുമാനം മതിയായിരുന്നു. ഇതിന്റെ ഇടയിൽ കിട്ടുന്ന ചെറിയ 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 അവസരങ്ങൾ ചിലപ്പോൾ 1 മാസമായിരിക്കും, ചിലപ്പോൾ 3 മാസമായിരിക്കും. അങ്ങനെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ട്ടോ. ആഹ് എനിക്ക് വെറുതെ വീട്ടിലിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ അനൂസ് എന്ന് പറഞ്ഞ അച്ചാറില്ലേ, അച്ചാറിന്റെ കമ്പനി ഉണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത്. ഇവിടെ വണ്ടി വരും വിളിക്കാനായിട്ട്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കമ്പനിയിൽ പോവാം. കാരണം നമുക്കൊരു വരുമാനമാണല്ലോ വേണ്ടത്. ഞാൻ ഇപ്പൊ കയറി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അവരിങ്ങനെ പ്രൊമോഷൻ ഒക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു കമ്പനിയാണത്. ഞാൻ അത് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞതാണ് നീ എന്താണെങ്കിലും 2 വർഷത്തേക്ക് ഞാൻ നിന്നെ സഹിക്കാം. നീ എങ്ങനെയാണെങ്കിലും പഠിച്ചു നോക്ക്. കിട്ടിയില്ലെങ്കിൽ ആൾക്ക് ബിസിനസ് മൈൻഡ് ഒക്കെ ഇച്ചിരി കൂടുതലുള്ള ആളാണ്. നിന്റെ ഭാഗത്ത് നിന്ന് നീ ശ്രമിച്ചു നോക്ക്. നിനക്ക് നീ ഉദ്ദേശിച്ചത് എനിക്കിഷ്ടം ടീച്ചിങ് എന്നുള്ള പ്രൊഫഷനാണ്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ബിസിനസ് ആണോ ഞാൻ ചെയ്യുന്നത് അതിനെ നീ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിൽക്കണോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. ഞാനന്ന് ബാക്കി ആ സമയത്തുള്ള നമ്മുടെ സാമ്പത്തിക ബാധ്യതയൊക്കെ ആളെ ഏറ്റെടുത്തു. ഞങ്ങളിപ്പോ റെന്റിനാ താമസിക്കുന്നത്. അങ്ങനെ ഏറ്റെടുത്തു. അങ്ങനെ ഞാനിരുന്ന് പഠിച്ചത്. ഞാൻ വീണ്ടും പറയാണ് എന്റെ ജേണി ഒട്ടും ഒട്ടും ഈസി അല്ലായിരുന്നു. എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ പഠനത്തിന് കൊടുത്തപ്പോഴാണ് എനിക്കിത് നേടിയെടുക്കാൻ പറ്റിയത്. അതില് നന്ദി പറയാ ഫസ്റ്റ് എന്റെ ഹസ്ബൻഡിനോട്, രണ്ടാമത് എന്റെ മക്കളോട്, മൂന്നാമതാണ് എന്റെ പാരന്റ്സിനോട് ഞാൻ പറയുള്ളൂ. എന്റെ കൂടെയാണ് അവര് നിൽക്കുന്നത്. മൂന്നാമതാണ് എന്റെ പാരന്റ്സിനോട് പറയാ. കാരണം എന്റെ മക്കൾക്ക് ഞാൻ ഇന്നിപ്പോ രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ കടലക്കറി ഉണ്ടാക്കുന്ന വെച്ചാൽ ഉപ്പുമാവും കടലക്കറിയും കോമ്പിനേഷൻ. ആ കടലക്കറിയും ഒരു മുട്ടയും പൊരിച്ച് ഞാൻ ഉച്ചക്ക് ചോറ് കൊടുക്കും പിള്ളേർക്ക്. ഉച്ചക്കത്തെയും രാത്രിത്തെ ചോറ് ഒരുമിച്ച് ഉണ്ടാക്കുള്ളൂ. അതുപോലെ ഇപ്പൊ ചിക്കൻ കറി വെക്കുവാണെങ്കിൽ ഒരു കറി ഉണ്ടാക്കിയിട്ട് ഞാൻ കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാക്കിയിട്ട് പകുതി ചൂടാറുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് അവരോട് പറയും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഒരു ഒരു കറിയും കൊണ്ട്. എന്താ കാര്യത്തിലാണെങ്കിലും ഫുഡിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ചിലപ്പോ ഫിസിക്കലി മെന്റലി ഇമോഷണലി എന്നെ ഏറ്റവും സഹിച്ച ആൾ എന്റെ ഹസ്ബൻഡ് ആയിരിക്കും. എല്ലാ കാര്യത്തിലും നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു ആള്. അതുപോലെ എന്റെ മക്കള് എന്റെ 2 വർഷം എന്റെ മക്കള് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. ഇനി വേണം എനിക്ക് അവരെ ഒന്ന് കുറച്ച് ശ്രദ്ധിക്കാനായിട്ട്. എന്റെ മോള് വായിക്കാൻ പഠിച്ചതും എഴുതാൻ പഠിച്ചതും ഹെവൻസിലെ ടീച്ചേഴ്സ് പഠിപ്പിച്ചതാണ്. എന്നും എന്റെ ദുആയിൽ അവരുണ്ടാകും. അവർക്ക് സ്വതക്കത്തും ചാരിയാണ് അവരുണ്ടാവും ഇൻഷാ അള്ളാ. ഞാനത് ടീച്ചേഴ്സിനോടും പറയാറുണ്ട്. ആ സമയത്ത് എന്റെ മക്കള് ഉറങ്ങാനാണെങ്കിലും എന്റെ മോള് ഇപ്പൊ 1 ക്ലാസ്സിലേക്ക് ആവണുള്ളൂ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ LKG UKG സമയം നമ്മളോട് ഏറ്റവും അറ്റാച്ച്ഡ് ആവുന്ന സമയം. അങ്ങനെ ഭയങ്കര വിഷമം വന്ന സമയത്ത് ഞാൻ പഠിക്കുമ്പോ അവളെ ഇങ്ങനെ മടിയിൽ ഇരുത്തിയിട്ട്
ഞാൻ വായിക്കുക ഇതാക്കിയൊക്കെ ചെയ്യുക. അപ്പൊ അവൾക്ക് ഭയങ്കര ആഗ്രഹാ എന്റെ കൂടെ ഉമ്മി ഒന്ന് കിടക്ക്, എനിക്കൊന്ന് കഥ പറഞ്ഞ് കിടക്ക് എന്നൊക്കെ പറയാനായിട്ട്. അപ്പോഴൊക്കെ അവളെ കെയർ ചെയ്തിരുന്നത് എന്റെ മൂത്ത മോളായിരുന്നു. അവരാണ് ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു കേട്ടോ എന്റെ മക്കള്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു അവരെ. ഉമ്മയ്ക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ, കാരണം അതിന്റെ തൊട്ട് മുമ്പത്തെ ഞാൻ പഠിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ ജോലി ഉണ്ടായിരുന്ന സമയത്ത് എന്റെ മോളെ കടയിൽ കൊണ്ടുപോകുമ്പോൾ ഇന്ന സാധനം വേണം ഇന്ന സാധനം വേണം എന്ന് പറയുമ്പോൾ ഞാൻ ഹസ്ബൻഡിന്റെ പൈസക്ക് നോക്കിക്കണ്ട, എനിക്കിത് വാങ്ങിച്ചു കൊടുക്കായിരുന്നു. അപ്പൊ എന്റെ ഇളയ ആളെയാണ് ഞാൻ കൂടുതലും അങ്ങനെ പറഞ്ഞത്. ഉമ്മിക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്ന് പറയണ കാര്യങ്ങളൊക്കെ ഉമ്മിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ തരാൻ പറ്റൂ കേട്ടോ, കുറെ ഒക്കെ ഉമ്മിക്ക് വാങ്ങിച്ചു തരാൻ പറ്റൂ. എല്ലാം ഒന്നും പറഞ്ഞില്ല കേട്ടോ, ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റൂ കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ മോളെ മനസ്സിലാക്കിയത്. അപ്പോ ആഹ് ഞാൻ മക്കളെ നോക്കണില്ല, എന്റെ ഉത്തരവാദിത്തങ്ങൾ കുറവാണ്, പല കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണ, കല്യാണങ്ങളേക്കാണെങ്കിലും അങ്ങനെ 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 കുറെ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്ക് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ നീയത്ത് നല്ലതാവുക. എനിക്കൊരു ജോലി കിട്ടിയിട്ടോ ഒരാളുടെ തലയിൽ കയറാനോ ഒരാളെ ഭരിക്കാനോ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്നത്തെ കാലത്ത് രണ്ട് പേർക്ക് ജോലി ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ എന്ന് അറിയാലോ. ചിലവരെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും പറഞ്ഞ്, ചിലവരൊന്നും നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്താ, ഈ ചെവി കൂടെ കേൾക്കുക ഈ ചെവി കൂടെ കളയാം. അപ്പോ ഞാൻ അങ്ങനെ പറയുന്നവരെ ഒന്നും മനസ്സിലേക്ക് എടുക്കൂല എന്നിട്ട്. കാരണം എനിക്കെന്ന് വെച്ചാണ്ടല്ലോ, എനിക്ക് എന്റെ സ്വഭാവത്തിന് ഒരു പ്രശ്നമുണ്ട്. ഞാൻ കൂടുതലായിട്ട് ആളുകളോട് വഴക്കുണ്ടാക്കാൻ പോകില്ല. അത് ഹസ്ബൻഡിന്റെ ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരാളുടെ രഹസ്യം അറിയാൻ പോകില്ല. കാരണം എന്തെങ്കിലും രഹസ്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കീപ്പ് ചെയ്യണത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ അറിഞ്ഞോ ഇവിടെ അറിഞ്ഞോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് അത് ആരോടാണെങ്കിലും ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എഫേർട്ട് ഇടണം. നമ്മളൊരു ചിലപ്പോ ഒരു കാര്യം നമ്മൾ ആ കാര്യം അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല എന്നുള്ളൂ. ചിലപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകെ പിന്നെ വന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ കുറെ എഫേർട്ട് ഇടേണ്ടി വരും. നമ്മൾ എനർജി ഇങ്ങനെ കളയേണ്ടി വരും. ഈ ലൂസ് ടോക്കിനൊക്കെ ഇരിക്കാന്ന് പറയൂലേ, ഞാൻ അങ്ങനത്തെ കാര്യത്തിനൊന്നും എന്റെ എനർജി കളയൂലായിരുന്നു. ഞാൻ ചോദിക്കും, എന്തിനാ നമുക്കൊരു ഉപകാരമില്ലാത്ത കാര്യത്തിന് നമ്മൾ എന്തിനാ വെറുതെ പോയി കേട്ട് നമ്മുടെ സമയം കളയണത്? അതിക്കും ഭേദം യൂട്യൂബ് കണ്ടിരുന്നാ നമുക്ക് കുറച്ച് റിലാക്സേഷൻ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇതുവരെ എവിടെയും പെടാതെ ഇങ്ങനെ അങ്ങോട്ട് പോന്നു ട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു വെച്ചത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ലൈഫില് കുറേ ഏഹ് ഇതുണ്ടാകും, നമുക്ക് നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തില്. പക്ഷേ പടച്ചോൻ നമുക്ക് ഉദ്ദേശിച്ചേക്കുന്ന റിസ്ക് ഇതാണെങ്കിൽ നമുക്കത് കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഇതിനു വേണ്ടി മാത്രമായിട്ടാണ് ഇരുന്ന് പഠിക്കുന്നത്. കാരണം ഈ ഗവൺമെന്റ് ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതോടുകൂടി നമ്മുടെ ലൈഫ് തീരോ? ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ എക്സാം എഴുതുന്നത് ഞാൻ കോളേജിൽ കയറിയ ശേഷം. കാരണം ഞാൻ അന്ന് ആ അവസരം കളഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് അതിലൂടെ കിട്ടുന്ന കുറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടായിരുന്നു, അത് പോയേനായിരുന്നു. ഞാനപ്പോ അവിടെ എനിക്ക് ഈ ഗവൺമെന്റ് ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിന് എനിക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. ഒന്നുകിൽ എനിക്ക് ഹസ്ബൻഡിനെ സഹായിച്ച് ഹസ്ബൻഡിന്റെ ബിസിനസ്സിൽ എനിക്ക് പങ്കാളിയാവാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ എറണാകുളത്താണ്, എന്റെ ആലുവ എറണാകുളമാണ് എന്റെ ജില്ല. അപ്പൊ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഞാൻ അതിന്റെ ഒപ്പം തന്നെ എന്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് മറ്റേ ആയുർവേദ ഹോസ്പിറ്റലിൽ പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അറബി സംസാരിക്കുന്നവരെ വേണം. അപ്പൊ ഞാൻ അവളോട് ജോലിയുടെ കാര്യത്തിൽ ഞാൻ അന്വേഷിച്ച് വെച്ചായിരുന്നു, എന്താണ് അതിൽ ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് സാലറിയുടെ ഒന്നും പ്രശ്നമില്ലടി, എനിക്കൊന്ന് കയറി എക്സ്പീരിയൻസ് ആവണം. അപ്പോ അങ്ങനെ ഒരു അവസരം വന്നാൽ എന്നെ അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലും ഒരു എന്താ പറയാ അവസരം ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഗവൺമെന്റ് ജോലി കിട്ടിയില്ലെങ്കിൽ അതോടുകൂടി നമ്മുടെ ലൈഫ് തീർന്നെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ എനിക്കിപ്പോ ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാം, കിട്ടാത്തവർക്കല്ലേ അതിന്റെ വിഷമം അറിയാം. അങ്ങനെ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ നിങ്ങള്. കാരണം ഞാനിത് ഈ ഒരു കാര്യം ഞാൻ എന്നോട് പേഴ്സണലി സംസാരിച്ച പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി വേണം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ഗവൺമെന്റ് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പേരിൽ ഇങ്ങനെ 3 4 വർഷമൊക്കെ പഠിച്ച് 5 വർഷത്തിൽ കൂടുതൽ പഠിച്ചവരെയൊക്കെ എനിക്കറിയാം. അപ്പൊ കിട്ടിയില്ലാത്തതിന്റെ പേരിൽ ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയിട്ട് വലിയ പ്രയാസപ്പെടുന്ന ആളുകൾ. പക്ഷെ അവര് അവരുടെ മുമ്പിലുള്ള മറ്റവസരങ്ങൾ മറന്നു പോവാണ്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സംഭവത്തിലേക്ക് ഇറങ്ങിയപ്പോ ഞാൻ വിചാരിച്ചിരുന്നതാണ്, ഇത് കിട്ടിയില്ലെങ്കിൽ ഞാനിങ്ങനെ ഇങ്ങനത്തെ ഒരു നിരാശ ഇതിലേക്കൊന്നും പോകില്ല. എനിക്കൊരു വരുമാനം വേണം, അതാണ് എനിക്ക് ഉള്ളൂ. എന്റെ റിസ്ക് വിശാലമാകണം, എനിക്കൊരു വരുമാനം വേണം. നാളെ എന്റെ ഉമ്മാനെ വാപ്പാനെ കാണാൻ പോകുമ്പോ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വരുന്ന സമയത്ത് എനിക്കൊരു എന്താ പറയാ, എനിക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. അപ്പൊ എന്റെ മനസ്സിൽ കുറെ ലക്ഷ്യങ്ങളും കുറെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ട്.
അതിന് വേണ്ടിയിട്ട് ഒരു വരുമാനമാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ദുആ ചെയ്തത്. പടച്ചോൻ എനിക്കത് ഗവൺമെന്റ് ജോലിയിലൂടെയാണ് എന്റെ റിസ്ക് വിശാലമാക്കി തന്നത്. അൽഹംദുലില്ലാ. അപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്തം കൂടുകയാണെന്ന് എനിക്കറിയാം. കാരണം നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരാകുമല്ലോ. അപ്പോ ഞാൻ മരിക്കണ വരെയും ശരിക്കും പറഞ്ഞാല് അതെന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പടച്ചവനോട് മാത്രമല്ല അതിനു വേണ്ടി എന്നെ പടച്ചവനോട് എപ്പോഴും നന്ദി കാണിക്കണം. പക്ഷേ അതിനു വേണ്ടി എന്നെ സഹായിച്ചവര്, എന്നെ സപ്പോർട്ട് ചെയ്തവര് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. അവരെല്ലാവരും എന്റെ ദുആയിൽ ഉണ്ടാകണം. അപ്പോ ഇങ്ങനെ ആ ട്രാക്കിൽ കയറിയിട്ടുള്ള ആളുകളാണെങ്കിൽ വീണ്ടും അത് തുടരുക. അതല്ല സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനു കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നമ്മുടെ ഹസ്ബൻഡിനെ ആണെങ്കിലും മക്കളെയൊക്കെ നമുക്ക് പിന്നെയും പറഞ്ഞ് തിരുത്താൻ പറ്റും, അതാക്കാൻ പറ്റും. ചിലപ്പോൾ മുതിർന്നവരൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുക. നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോഴാണ് അതിൽ എന്തൊക്കെ പ്രയാസങ്ങൾ നമുക്ക് വരുള്ളൂ എന്ന് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ സൊല്യൂഷൻസ് ഉണ്ടാകും. നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ആരും ഇല്ലടോ ലൈഫിൽ. പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ ഇതിരിക്കണത്. ഇപ്പോ അന്ന് എന്നെ പല കാര്യത്തിലും കുറ്റപ്പെടുത്തിയവരുണ്ടാകും. പക്ഷെ എനിക്ക് ഇനി അവരോട് എന്ത് ചെയ്യാൻ പറ്റും? വളരെ നന്നായിട്ട് എന്ത് കാര്യത്തിലാണോ അവരെന്നെ കുറ്റപ്പെടുത്തിയത് ആ കാര്യം വളരെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അതാണ് എന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇപ്പോ അയ്യോ ഞാനൊരു 9:30ക്ക് നിർത്തണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ പറഞ്ഞ് ഇത്ര വരെ എത്തി. പിന്നെ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്, നമ്മൾ എത്രത്തോളം പഠിക്കണം എന്നുള്ളതല്ല, എക്സാമിനോടനുബന്ധിച്ച് 2 എക്സാം എഴുതിയ സമയത്താണ് അനുബന്ധിച്ച് നമുക്ക് ഒരുപാട് PVQs ഒക്കെ കിട്ടൂലേ, നമ്മൾ എക്സാം ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. അത് എപ്പോഴും നമ്മൾ പറ്റുമെങ്കിൽ എത്ര ടൈമിനുള്ളിൽ എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനൊരു എക്സാം ഹാളിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൈകാര്യം ചെയ്യണം. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അതിന്റെ കാര്യത്തിൽ KATF, കാമ, ഫോക്കസ് അന്ന് നടത്തിയ എക്സാം ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടിയായിരുന്നു. പിന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ആ ബബിൾ ചെയ്യണ പേപ്പർ ഉണ്ടല്ലോ, ഞാൻ അങ്ങനത്തെ ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാം ആണ്. ആ എക്സാമിൽ നമ്മൾ റിലാക്സ് ആയിട്ടിരുന്ന് എഴുതുക. കാരണം എനിക്കറിയായിരുന്നു, ഞാൻ പഠിച്ച സമയത്തൊക്കെ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്, എന്നേക്കാൾ നന്നായിട്ട് പഠിക്കുന്ന ആളുകൾ, പല വിഷയത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ എനിക്കറിയാം ഞാൻ എത്ര പുറകിലാണെന്ന്. പക്ഷെ എന്നിരുന്നാലും ആ എക്സാം ഹാളിൽ നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്നു അതാണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. ആ എക്സാം എത്ര റിലാക്സ് ആയിട്ട് എഴുതാൻ പറ്റുന്നോ അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിലും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത്രയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വയ്ക്കാൻ ഞാൻ ഇങ്ങനെ എന്റെ കീവേഡ്സ് എന്താന്ന് ഇങ്ങനെ പറയണമെന്നല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ദുആയാണ്, ഒന്ന് കൺസിസ്റ്റൻസി ആണ്, ഒന്ന് റിവിഷൻ ആണ്, ഒന്ന് സെൽഫ് സ്റ്റഡിയും വേണം, ഗ്രൂപ്പ് സ്റ്റഡിയും വേണം. ഈ ഗ്രൂപ്പ് സ്റ്റഡിയുടെ ഒരു കാര്യം ഷെർമിന ടീച്ചർ കഴിഞ്ഞ ടോക്കിൽ ടീച്ചർ പറഞ്ഞിരുന്നു. ടീച്ചർക്ക് ഗ്രൂപ്പ് സ്റ്റഡി കൂടുതലായിരുന്നു, പക്ഷേ സെൽഫ് സ്റ്റഡിക്കും കൂടി പ്രാധാന്യം കൊടുത്തപ്പോഴാണ് ടീച്ചർ ട്രാക്കിൽ കയറി എന്നുള്ള കാര്യം ടീച്ചറിന്റെ ലിസ്റ്റിൽ വരാൻ തുടങ്ങിയത്. അത് കറക്റ്റ് ഒരു പോയിന്റ് ആട്ടോ. കാരണം ഞാൻ ഫസ്റ്റത്തെ എക്സാമിന് ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു എനിക്ക് കൂടുതലും. ഞാൻ ഓരോ സബ്ജക്റ്റിനും നെറ്റ് പഠിച്ചപ്പോൾ മുതൽ ഓരോ സബ്ജക്റ്റിനും ഞാൻ നമ്മുടെ കോളേജ് ബുക്കില്ലേ അത് വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ഗൈഡിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പഠിച്ചു. അപ്പൊ എക്സ്ട്രാ വന്ന പോയിന്റ് എല്ലാം ഞാൻ ആ ബുക്കിൽ എഴുതി വെക്കാം. അപ്പൊ നമുക്ക് അപ്പൊ ഇന്ന ബുക്ക് എന്ന് പറയുമ്പോൾ ആ ബുക്ക് ഇന്ന സബ്ജക്ട് ജാഹിലി, അപ്പൊ ജാഹിലിയുടെ ആ ബുക്ക് എടുത്താൽ മാത്രം മതി. അങ്ങനെ ഞാൻ ഓരോന്നിനും ഇതാക്കിയിട്ടുണ്ട്. പിന്നെ നെഹ്വൊക്കെ സൊർഫ് ചെയ്ത് എഴുതിയത് അന്ന് ഫൗസ് ടീച്ചർ പഠിച്ച ബുക്കൊക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കാം, എന്തെങ്കിലും ഒരു സംശയം വന്നാൽ എടുത്ത് നോക്കാനായിട്ട്. നെഹ്വും ബലായൊക്കെ പഠിക്കുന്ന ബുക്കുകൾ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് കളയാതെ വെക്കുക. കാരണം നമ്മളിങ്ങനെ എഴുതി പഠിക്കണത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും കിടക്കും. നമ്മുടെ എന്താ പറയുക, നമ്മുടെ വിഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് കൂടുതലായിരിക്കും. അപ്പൊ ആ ബുക്കുകൾ, അതുപോലെ ഷോർട്ട് നോട്ടുകൾ നമുക്ക് ഉണ്ടാവുക, പിന്നെ PVQs ചെയ്ത് നോക്കുക. അതൊക്കെ വരുമ്പത്തേക്കും നമ്മൾ ഏകദേശം ആകും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചിരുന്നതും ഇങ്ങനെ എന്താ പറയാ ഈ ഒരു വിജയത്തിലേക്ക് എന്നെ എത്താൻ സഹായിച്ച കാര്യങ്ങൾ. ചിലപ്പോ എന്റെ രീതി ആയിരിക്കൂല, ഇപ്പൊ മുമ്പ് പറഞ്ഞവരെ പോലെ എന്റെ രീതി ആയിരിക്കൂല നിങ്ങളുടെ രീതി. ഞാന് സെൽഫ് സ്റ്റഡി പഠിച്ചിട്ട് ഗ്രൂപ്പ് സ്റ്റഡിയിലേക്ക് വന്നപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം ഗ്രൂപ്പ് സ്റ്റഡി എനിക്കൊരു റിവിഷൻ ആയി. കാരണം സെൽഫ് സ്റ്റഡി എന്നിട്ട് അറിയില്ലാത്ത സബ്ജക്റ്റ് ഒന്നും കൂടി ഇരുന്ന് പഠിക്കുകയാണ് ചെയ്തത്. അപ്പോ ഞങ്ങളുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്റ്റഡിക്കും സെൽഫ് സ്റ്റഡിക്കും ഞങ്ങൾക്ക് ഇതുണ്ട്, സമയം ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടെത്തിയാണ് ഞങ്ങൾ പഠിച്ചത്. അങ്ങനെ
ഇവിടെ എത്തി നിൽക്കണു. ഇനി ഞങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഓൺലൈനിലൂടെ ഇങ്ങനെ സൗണ്ട് കേട്ട് പരിചയമുള്ളവരാ കൂടുതലും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാക്കി. ഞങ്ങൾ തന്നെ പലരും സാറിന് അഡ്മിന്മാരോട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു മീറ്റപ്പ് നടത്ത് ഞങ്ങൾക്കൊക്കെ പരസ്പരം കാണാൻ വേണ്ടിയിട്ടാണെന്ന്. ഇപ്പൊ ഒരു പോസ്റ്റർ കണ്ടു 24-ാം തീയതിയിലത്തെ അങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ കാര്യം. ഇൻഷാല്ലാ ഞാൻ വിചാരിക്കുന്നുണ്ട് എല്ലാവരും വന്ന് അവിടെ വരണം. ഞാൻ ഗ്രൂപ്പിൽ പറയുകയും ചെയ്തതാണ്, എല്ലാവരും അവിടെ വരണം, നമുക്ക് എല്ലാവർക്കും അങ്ങനെ കാണണം എന്ന് ആഗ്രഹത്തിലിരിക്കുകയാണ്. പടച്ചോൻ എല്ലാവരുടെയും ദുആ സ്വീകരിക്കട്ടെ. എല്ലാവരുടെയും നീയത്തിനനുസരിച്ച് പടച്ചോന് നമുക്ക് അതിനുള്ള വഴി എളുപ്പമാക്കി തരട്ടെ. നമ്മൾ ട്രൈ ചെയ്യാ പടച്ചോൻ നമ്മുടെ റിസ്കിനെ വിശാലമാക്കി തരാൻ വേണ്ടിയിട്ട്. എപ്പോഴും എൻ്റെ ദുആയിൽ ഉണ്ടാകും. ഇൻഷാ അള്ളാ നമ്മള് വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. ഈ ഫോക്കസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. അൽഹംദുലില്ലാ, പടച്ചോൻ ഇപ്പൊ ഒരു തീരത്ത് എത്തിച്ചു തന്നതിന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.